Hello guys and welcome back to Best Car Picks. ഗ്ലോബൽ എൻക്യാപ്പ് നമ്മുടെ പുതിയ ജനറേഷൻ ഡിസൈറിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് പുറത്തുവിട്ടതിന് ശേഷം ഇപ്പോൾ ഭാരത് എൻക്യാപ്പ് വീണ്ടും ആക്റ്റീവായി 3 വാഹനങ്ങളുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ടാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. 3 മഹീന്ദ്രയുടെ വാഹനങ്ങൾ തന്നെയാണ്. മഹീന്ദ്ര തന്നെ വണ്ടി അയച്ചു കൊടുത്തതായിട്ടാണ് ഇതുവരെ കണ്ടിട്ട് തോന്നിയിരിക്കുന്നത്. ഈ ഭാരത് എൻക്യാപ്പിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കമ്പനികളായിട്ട് വണ്ടി അയച്ചു കൊടുത്താൽ മാത്രമേ അവർ ടെസ്റ്റ് ചെയ്യുള്ളൂ തോന്നുന്നു. ഇതുവരെ അവർ പുറത്തുവിട്ടിരിക്കുന്ന റിസൾട്ട് എല്ലാം തന്നെ അങ്ങനത്തെ റിസൾട്ടുകളാണ്. അവർ തന്നെ വണ്ടി എടുത്ത് ടെസ്റ്റ് ചെയ്യുന്നവർ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്തായാലും അങ്ങനെ ഇതുവരെ നടന്നിട്ടില്ല. എനിവേ നമുക്കിപ്പം ഇവർ ടെസ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ റിസൾട്ട് വന്നിരിക്കുന്നു. ഒന്ന് പുതിയ താർ റോക്സ് ആണ്, പിന്നെ നമ്മുടെ മഹീന്ദ്രയുടെ 3X വന്നിട്ടുണ്ട്, അതുപോലെ പഴയ XUV400 ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിനകത്ത് ഏറ്റവും ലേറ്റസ്റ്റ് വാഹനമായ താർ റോക്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ വാഹനത്തിനാണ് ടെസ്റ്റ് ചെയ്തതിൽ ഏറ്റവും ഹയസ്റ്റ് പോയിന്റ് ലഭിച്ചിരിക്കുന്നത്. രണ്ടും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ്. അതായത് ചൈൽഡ് സേഫ്റ്റി, അഡൽട്ട് സേഫ്റ്റി രണ്ടും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് നമ്മുടെ താർ റോക്സിന് കിട്ടിയിരിക്കുന്നത്. പക്ഷേ പോയിന്റിൻ്റെ ഒരു സ്റ്റേജ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ വളരെ ഹൈ പോയിന്റാണ് കിട്ടിയിരിക്കുന്നത്. അഡൽട്ട് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഔട്ട് ഓഫ് 30 to 31.09 പോയിൻറ്റ്സ് ആണ് ഈ വാഹനത്തിന് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ചൈൽഡ് സേഫ്റ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 49-ൽ 45 പോയിൻറ്റ്സും ഈ വാഹനത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് രണ്ടും 5 സ്റ്റാർ റേറ്റിംഗ് ആയത്. ഇവർ ടെസ്റ്റിന് ഉപയോഗിച്ചിരിക്കുന്നതിൻ്റെ 2 വേരിയൻസ് ആണ്. ഒന്ന് AX5L ആണ്, പിന്നെ വരുന്ന MX3 എന്ന് പറയുന്ന വേരിയൻ്റ് ആണ്. അതായത് കുറച്ച് ബേസിക് റേഞ്ച്, ഏറ്റവും ബേസിക് അല്ല, MX1 ആണ് ഏറ്റവും ബേസ്. പക്ഷെ എന്നാൽ പോലും ഒരു പരിധി വരെ അവർ താഴത്തേക്ക് പോയിട്ടുണ്ട്. പിന്നെ അങ്ങനെ പോയി എന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുമില്ല, കാരണം സേഫ്റ്റി ഫീച്ചേഴ്സൊക്കെ ഒട്ടുമിക്ക എല്ലാ വേരിയൻസിലും സ്റ്റാൻഡേർഡ് ആണ്. നമുക്ക് 6 എയർ ബാഗ്സ്, ESP തുടങ്ങിയ സാധനങ്ങളെല്ലാം, അതായത് ഇവർ നോക്കുന്ന കാര്യങ്ങളെല്ലാം ബേസ് മോഡൽ പോലെ തന്നെ മഹീന്ദ്ര കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വേരിയൻറ്റ് വൈസ് എന്തായാലും വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പിന്നെ AX5L അതുപോലെ MX3 സേഫ് ആണെങ്കിൽ ഉറപ്പായിട്ടും AX7L വരെയുള്ള ബാക്കി വേരിയൻസും സേഫ് തന്നെയായിരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റിംഗ്സിന് ഡീറ്റെയിൽഡ് സ്പ്ലിറ്റപ്പ് ഒന്ന് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് ഓഫ്സെറ്റും, അതായത് ഫ്രണ്ട് ക്രാഷ് ടെസ്റ്റും പിന്നെ സൈഡ് ഓഫ്സെറ്റ് ബാരിയർ ടെസ്റ്റും എടുക്കുകയാണെങ്കിൽ അതിനകത്ത് ടോട്ടൽ 32-ൽ 31.09 പോയിൻറ്റ്സ് ഈ വാഹനത്തിന് കിട്ടിയതായിട്ട് ഞാൻ പറഞ്ഞു. അതിൽ നമ്മുടെ ഫ്രണ്ട് ഓഫ്സെറ്റ് ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റിൽ 15.09 പോയിൻറ്റ്സ് ആണ് ഔട്ട് ഓഫ് 16 കിട്ടിയിരിക്കുന്നത്. സൈഡ് മൂവബിൾ ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റിൽ 16 ഔട്ട് ഓഫ് 16 ഇതിന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സൈഡ് പ്രൊഫൈൽ നോക്കുന്ന സമയത്ത് ഡമ്മീസ് എല്ലാം കംപ്ലീറ്റ്ലി പച്ചയാണ്, ഗുഡാണ് പ്രൊട്ടക്ഷൻ. പക്ഷേ അതേസമയം നമ്മൾ ഫ്രണ്ട് ഓഫ്സെറ്റ് നോക്കുന്ന സമയത്ത് ഡ്രൈവറിന് മാത്രം ചെസ്റ്റിലും താഴത്തെ പോർഷനിലും കുറച്ച് അഡിക്വേറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അതുകൊണ്ട് മാത്രമാണ് അത്രയും പോയിന്റ്സ് പോയത്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിന് ഫുൾ പോയിന്റ്സ് കിട്ടിയേനെ. ഇനി ചൈൽഡ് സേഫ്റ്റിയുടെ സ്പ്ലിറ്റപ്പ് നോക്കുകയാണെങ്കിൽ ഡൈനാമിക് സ്കോർ എന്ന് പറയുന്നത് 24 ഔട്ട് ഓഫ് 24 ആണ്. അതുപോലെ തന്നെ ചൈൽഡ് റിസ്ട്രെയിൻ സിസ്റ്റം അഥവാ CRS ഇൻസ്റ്റലേഷനും അവർക്ക് 12 ഔട്ട് ഓഫ് 12 കിട്ടിയിട്ടുണ്ട്. ആകെപ്പാടെ പോയിന്റ് പോയിരിക്കുന്നത് നമ്മുടെ വെഹിക്കിൾ ഇൻസ്പെക്ഷനിലാണ്. അതിന് ഔട്ട് ഓഫ് 13 9 ആണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് 49-ൽ 45 പോയിന്റ്സ് കിട്ടിയത്. ഇനി ഇതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് വന്നാലും വന്നില്ലെങ്കിലും വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം ഇത് അൺസേഫ് ആണെന്ന് ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അൺസേഫ് വണ്ടിയാണ് നമ്മൾ വിചാരിക്കേണ്ട കാര്യമില്ല, കാരണം സ്കോർപിയോൻ്റെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു പുതിയ പ്ലാറ്റ്ഫോമിൽ ബേസ് ചെയ്തിരിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ പിന്നെ ഉറപ്പായിട്ടും സേഫ്റ്റി പാരാമീറ്റേഴ്സ് എല്ലാം തന്നെ അവർ ഫോളോ ചെയ്തിട്ടേ വണ്ടി ഇറക്കുള്ളൂ. പഴയ ജനറേഷൻ താർ തന്നെ, അതായത് നമ്മുടെ 3 ഡോർ താർ തന്നെ 4 സ്റ്റാർ റേറ്റിംഗ് ഗ്ലോബൽ എൻക്യാപ്പിൽ കിട്ടിയിട്ടുണ്ട്. അത് പക്ഷേ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തായാലും അതിന് 1 സ്റ്റാറോ 2 സ്റ്റാറൊക്കെ മാക്സിമം കിട്ടുള്ളൂ, കാരണം 6 എയർ ബാഗ്സ് ഇല്ല. പിന്നെ അതിൻ്റെ പ്ലാറ്റ്ഫോം കുറച്ച് പഴയതാണ്. ഇപ്പോഴത്തെ ടെസ്റ്റ് പ്രോട്ടോകോൾസ് അനുസരിച്ച് ആ വണ്ടി മീറ്റ് ചെയ്യുന്നില്ല. പക്ഷേ താർ റോക്സിൻ്റെ കേസ് അങ്ങനെയല്ല, ഇപ്പോഴത്തെ പ്രോട്ടോകോൾസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ ഈ വണ്ടി മീറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഇന്ന് ടെസ്റ്റ് റിസൾട്ട് വന്നിട്ടുള്ള ആദ്യത്തെ വാഹനം. ഇന്നെന്ന് പറയുമെങ്കിലും ഞാൻ ഈ വീഡിയോ നാളെ ഇടുള്ളൂ. എനിവേ അടുത്ത വാഹനം വന്നിരിക്കുന്നത് നമ്മുടെ XUV3X ആണ്. ഈ വാഹനത്തിനും ചൈൽഡ് സേഫ്റ്റിയിലും അതുപോലെ അഡൽട്ട് സേഫ്റ്റിയുടെ കാര്യത്തിലും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് പണ്ട് 3XOയ്ക്ക് മുമ്പ് 300 ഉണ്ടായിരുന്ന സമയത്ത് ഗ്ലോബൽ എൻക്യാപ്പ് ക്രാഷ് ടെസ്റ്റ് ചെയ്തപ്പോഴും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ളൊരു വാഹനമായിരുന്നു. ആ സമയത്ത് നമ്മുടെ Nexon കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു സഫോമീറ്റർ കോമ്പാക്ട് SUVയിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനം കൂടിയായിരുന്നു നമ്മുടെ XUV3XO. പക്ഷേ പോയിന്റ്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ താർ റോക്സിൻ്റെ അത്രയും പോയിന്റ്സ് ഈ വാഹനത്തിന് കിട്ടിയിട്ടില്ല. അഡൽട്ട് സേഫ്റ്റി പ്രൊട്ടക്ഷനിൽ ഔട്ട് ഓഫ് 30 to 29.36 പോയിൻറ്റ്സ് ആണ് ഈ വാഹനത്തിന് ലഭിച്ചത്. നേരത്തെ പറഞ്ഞായിരുന്നു താർ റോക്സിൻ്റെ 31.09 ആയിരുന്നു. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഡിഫറൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചൈൽഡ് സേഫ്റ്റി പ്രൊട്ടക്ഷൻ ആണെങ്കിൽ പോലും 49-ൽ ഇതിന് 43 പോയിൻറ്റ്സ് ആണ് ലഭിച്ചിരിക്കുന്നത്. എന്തായാലും പോയിൻറ്റ്സ് കമ്പാരിറ്റീവ്ലി താർ റോക്സ് വെച്ച് നോക്കുമ്പോൾ കുറവാണെങ്കിലും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെ വന്നിട്ടുണ്ട്. ഈ വണ്ടിയുടെ കേസും താർ റോക്സിൻ്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ്. ഇതിപ്പോൾ 5 സ്റ്റാർ അല്ല എന്നുള്ളത് നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് വന്നാലും വന്നില്ലെങ്കിലും എല്ലാം കണക്കാണ്. പിന്നെ വന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഉറപ്പിക്കാം, ഓക്കെ 5 സ്റ്റാർ തന്നെയാണ് എന്നുള്ളത്, അത്രേ ഉള്ളൂ. ഇനി ഡീറ്റെയിൽ സ്പ്ലിറ്റപ്പിലേക്ക് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ട് ഓഫ്സെറ്റ് ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റിനകത്ത് 13.36 പോയിൻറ്റ്സ് ആണ് ഔട്ട് ഓഫ് 16 കിട്ടിയിട്ടുള്ളത്. സൈഡ് ടെസ്റ്റിൻ്റെ കാര്യത്തിൽ, അതായത് സൈഡ് മൂവബിൾ ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റിൽ ഇതിനും താർ റോക്സ് പോലെ തന്നെ 16 ഔട്ട് ഓഫ് 16 തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് സൈഡിലത്തെ ഇമേജ് നോക്കുകയാണെങ്കിൽ മൊത്തം പച്ചയാണ്. പക്ഷേ നമ്മൾ ഫ്രണ്ടിലത്തെ
ഡമ്മിയുടെ കേസിലൊക്കെയാണെങ്കിൽ കോ പാസഞ്ചറിന് പ്രശ്നമൊന്നുമില്ല, കംപ്ലീറ്റ്ലി ഗുഡ് പ്രൊട്ടക്ഷൻ ആണ്. പക്ഷേ അതേസമയം ഡ്രൈവറിൻ്റെ കേസിൽ ചെസ്റ്റ് അതുപോലെ തന്നെ ലോവർ പോർഷനിലെല്ലാം നമുക്ക് മാർജിനലും അതുപോലെ തന്നെ ചില സ്ഥലത്ത് അഡിക്വേറ്റ് പ്രൊട്ടക്ഷനൊക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് പോയിൻറ്റ്സ് കമ്പാരിറ്റീവ്ലി ഇത്തിരി താഴെ പോയത്. അതുമാത്രമേ പ്രശ്നമുള്ളൂ. ഇനി നമ്മളിതിൻ്റെ ചൈൽഡ് സേഫ്റ്റി പ്രൊട്ടക്ഷൻ നോക്കുകയാണെങ്കിൽ അതിൽ വീണ്ടും ഡൈനാമിക് സ്കോർ വന്നിരിക്കുന്നത് 24 തന്നെയാണ്. CRS ഇൻസ്റ്റാളേഷൻ 12 ഔട്ട് ഓഫ് 12 തന്നെ കിട്ടിയിട്ടുണ്ട്. വെഹിക്കിൾ അസസ്മെൻറ്റിൽ 13 7 ആണ് കിട്ടിയിരിക്കുന്നത്. ആ വെഹിക്കിൾ അസസ്മെൻറ്റിൻ്റെ കേസിലാണ് ഇവർക്ക് ഇവിടെ മാർക്ക് പോയിരിക്കുന്നത്. താർ റോക്സിന് അവിടെ 9 ആയിരുന്നു, ഇതിന് 7 കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ 49 43 പോയിൻറ്റ്സ് ആയി. ഇവരിപ്പോൾ പുറത്തു വിട്ടിരിക്കുന്ന 3XOയുടെ സ്കോറും അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടുന്ന നെക്സോൺ ഫേസ് ലിഫ്റ്റിൻ്റെ ഭാരത് എൻക്യാപ്പ് തന്നെ ചെയ്തിട്ടുള്ള ടെസ്റ്റിൻ്റെ സ്കോറും കമ്പാരിറ്റീവ്ലി ഓൾമോസ്റ്റ് സെയിം ആണ്. 3XOയുടെ നേരത്തെ പറഞ്ഞ പോലെ 29.36 ആണ്, നെക്സോണിൻ്റെ 29.41 ആണ്. ചെറിയ വ്യത്യാസമുണ്ട്, നെക്സോണിൻ്റെ ഒരു പൊടി കൂടുതലാണ്. പക്ഷെ എന്നാലും അത് വലിയൊരു ഡിഫറൻസ് ആയിട്ട് പറയേണ്ട കാര്യമില്ല. ഒരു പോയിൻറ്റിൻ്റെ അടുത്തെങ്കിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പറയാം ഡിഫറൻസ് ഉണ്ടെന്ന്. ഇത് പക്ഷേ വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. ഇനി അടുത്ത ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് നമ്മുടെ XUV 400 ആണ്. ഇലക്ട്രിക് വാഹനമാണ്. 2 വർഷത്തിനടുത്തായി വണ്ടി ഇറങ്ങിയിട്ട് കാര്യമായിട്ടുള്ള ഫേസ് ലിഫ്റ്റുകളൊന്നും ഇതിന് കിട്ടിയിട്ടില്ല. ആക്ച്വലി കിട്ടിയിട്ടുണ്ട്, പുതിയ ഇൻഫോടൈം സിസ്റ്റം ഒക്കെ ഇതിന് വന്നു. പക്ഷെ അതല്ലാതെ മേജറായിട്ടുള്ള എക്സ്റ്റീരിയർ സ്റ്റൈലിംഗ് ഡിഫറൻസ് ഒന്നും അങ്ങനെ ഈ വാഹനത്തിന് വന്നിട്ടില്ല. എന്തായാലും ഒരു 3XOയുടെ ഇലക്ട്രിക് ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. 400 കേസ് എന്താണെന്ന് ഇനിയിപ്പോൾ നമുക്ക് കണ്ടറിയാം. ഇതിപ്പോഴത്തെ സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു ഇത്തിരി ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള വാഹനമാണ്, അധികം ഫീച്ചേഴ്സ് ഇല്ല. അതുപോലെ തന്നെ പറഞ്ഞു വരുമ്പോൾ നമുക്ക് ഈവൻ ഇതിൻ്റെ പ്രൈസിംഗ് ഒക്കെ ആണെങ്കിൽ പോലും കുറച്ച് കൂടുതലായിട്ട് പറയേണ്ടി വരും. അതുകൊണ്ട് മഹീന്ദ്ര അത്യാവശ്യം ഓഫേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ നെക്സോൺ EVയുടെ പ്രൈസ് ടാറ്റ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറച്ച് കർവ് EV വന്നുകൊണ്ട്. എന്തായാലും ക്രാഷ് ടെസ്റ്റ് റിസൾട്ടിൻ്റെ കേസെടുക്കുകയാണെങ്കിൽ 3XOയേക്കാൾ കൂടുതൽ പോയിൻറ്റ്സ് ഈ ഒരു വാഹനത്തിന് കിട്ടിയിട്ടുണ്ട്. ഈവൻ ദോ ചെറിയ വ്യത്യാസമാണെങ്കിൽ പോലും പഴയ വണ്ടിയായിട്ട് പോലും 3XO വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ ഡിഫറൻസ് ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും 5 സ്റ്റാർ റേറ്റിംഗ് തന്നെയാണ് ഈ വാഹനത്തിനും ചൈൽഡ് സേഫ്റ്റിയിലും അതുപോലെ അഡൽട്ട് സേഫ്റ്റിയുടെ കാര്യത്തിലും ലഭിച്ചിരിക്കുന്നത്. ആക്ച്വലി നമ്മുടെ അഡൽട്ട് സേഫ്റ്റിയുടെ കേസ് മാത്രമേ വ്യത്യാസമുള്ളൂ, ചൈൽഡ് സേഫ്റ്റി സെയിം തന്നെയാണ്. 2 വാഹനങ്ങൾക്കും ഇവിടെയും 43 പോയിൻറ്റ്സ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. പക്ഷേ അഡൽട്ട് സേഫ്റ്റി എടുക്കുന്ന സമയത്ത് 14.38 പോയിൻറ്റ്സ് ആണ് ഔട്ട് ഓഫ് 16 ഇതിൻ്റെ ഫ്രണ്ട് ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റിന് കിട്ടിയിരിക്കുന്നത്. 16 പോയിൻറ്റ്സ് ഫുള്ള് കിട്ടിയിട്ടുണ്ട് സൈഡ് ഡിഫോമബിൾ ബാരിയർ ടെസ്റ്റിന്. അങ്ങനെ ടോട്ടൽ 30.38 പോയിൻറ്റ്സ് ആണ് ഈ വാഹനത്തിന് ലഭിച്ചിരിക്കുന്നത്. നമ്മളിപ്പോൾ 3XO വെച്ച് നോക്കുകയാണെങ്കിൽ അതിന് 29.36 പോയിൻറ്റ്സ് ആയിരുന്നു. 1 പോയിൻ്റ് അടുത്ത് ഡിഫറൻസ് ഉണ്ട്. അത് വളരെ കുറവ് ഡിഫറൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ഈ 32-ൽ നമ്മൾ നോക്കുമ്പോൾ 1 പോയിൻ്റ് എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു മേജർ ഡിഫറൻസ് തന്നെയാണെന്ന് പറയാം. പിന്നെ ഈവൻ നമ്മളിതിൻ്റെ പ്രൊട്ടക്ഷൻ വൈസ് നോക്കുകയാണെങ്കിലും ഈ വാഹനത്തിന് എവിടെ മാർജിനൽ പ്രൊട്ടക്ഷൻ ഒന്നും ഇല്ല. ഡ്രൈവർ സൈഡിൽ മറ്റേ വണ്ടിക്ക് താഴത്തെ പോർഷനിൽ ഒരു സൈഡിൽ മാർജിനൽ പ്രൊട്ടക്ഷൻ ആയിരുന്നു. ഇതിന് പക്ഷേ അഡിക്വേറ്റും ഗുഡ് പ്രൊട്ടക്ഷൻ തന്നെയാണ് കിട്ടുന്നത്. ചൈൽഡ് സേഫ്റ്റിയുടെ കേസിൽ സെയിം ആണ്. ഡൈനാമിക് സ്കോർ 24, CRS ഇൻസ്റ്റലേഷൻ 12, അതുപോലെ വെഹിക്കിൾ അസസ്മെൻറ്റ് 7. ടോട്ടൽ വരുമ്പോഴേക്കും 43 ആണ് വരുന്നത് ഔട്ട് ഓഫ് 49. എനിക്ക് മനസ്സിലാവാത്ത എന്താണെന്ന് വെച്ചാൽ മഹീന്ദ്ര എന്തിനാണ് പെട്ടെന്ന് ഈ വാഹനം ഇങ്ങോട്ട് ക്രാഷ് ടെസ്റ്റിന് അയച്ചതെന്നുള്ളതാണ്. ഇത്രയും കാലം അവർക്ക് ഈ വണ്ടി ക്രാഷ് ടെസ്റ്റിന് അയക്കണമെന്നില്ലായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിലാണ് അയ്യോ നമ്മൾ ഇതിൻ്റെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടില്ലോ, പെട്ടെന്ന് തന്നെ ചെയ്യണമല്ലോ, എന്നാൽ പിന്നെ താർ റോക്സിൻ്റെയും 3XOയുടെയും കൂടി ഇതിനെ അങ്ങ് വിട്ടേക്കാം എന്ന് പറഞ്ഞ് ചെയ്ത പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ഇനിയിപ്പോൾ എന്തായാലും 3XOയുടെ ഇലക്ട്രിക് വരാനുണ്ട്. അതായിരിക്കും ഈ സെഗ്മെൻറ്റിൽ നെക്സോൺ EVയായിട്ട് ഒരു പ്രോപ്പർ റൈവലായിട്ട് നിൽക്കാൻ പോകുന്നത്. ആൻഡ് അത് ഈ പറയുന്ന പോലെ അബോ 4 മീറ്റർ ആയിരിക്കില്ല, 4.2 മീറ്റേഴ്സ് ഒന്നും ആയിരിക്കില്ല, സബ് 4 മീറ്റർ തന്നെ ആയിരിക്കും. ഈ വണ്ടി ചിലപ്പോൾ അവർ ബൈ സൈഡ് കണ്ടിന്യൂ ചെയ്യായിരിക്കും കുറച്ചുകൂടെ വലിയ വണ്ടി എന്നുള്ള പേരിൽ. പക്ഷെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യണമെങ്കിൽ തന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ അപ്ഡേറ്റ്സ് വരുത്തണം. ഇതേ ഷേപ്പിൽ തന്നെ ഇനിയും റീറ്റെയിൻ ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് അത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല ഈ വാഹനത്തിൽ. എന്തായാലും ഗൈസ്, ഇതാണ് മഹീന്ദ്ര ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിരിക്കുന്ന 3 വാഹനങ്ങളുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്. ഭാരത് എൻക്യാപ്പാണ് ആക്ച്വലി പുറത്തുവിട്ടിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. ഇതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻസിൽ പറയാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.